ഒരിക്കലും കേടുവരാത്ത ഭക്ഷണപദാർത്ഥമായ തേൻ നമുക്ക് തരുന്നത് തേനീച്ചകളാണെന്ന് നമുക്കറിയാമല്ലേ. തേനീച്ചകളുടെ ജീവിതവും തേനീച്ചക്കൂട്ടിൽ റാണിയുടെ ജീവിതവുമാണ് ഇന്നത്തെ ബ്രെയിൻ വേവ് ടോക്കിലൂടെ നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. ശത്രുക്കളെ ഒറ്റക്കെട്ടായി ആക്രമിക്കുക എന്നതാണ് തേനീച്ചകൾ ചെയ്യുന്നത്. അവയുടെ കൂട്ടമായുള്ള ആക്രമണത്തിൽ ശത്രുക്കൾക്ക് മരണം വരെ സംഭവിച്ചേക്കാം. തേനീച്ചകളുടെ ശരീരത്തിൽ തേൻ ശേഖരിക്കുവാൻ വേണ്ടി മാത്രം ഓവൽ ആകൃതിയിലുള്ള ഒരു അവയവമുണ്ട്. അതിൽ തേൻ സംഭരിച്ച് അത് തേനറകളിൽ നിറയ്ക്കുന്നു. തേനീച്ചകൾക്ക് അവയുടെ അത്ര തന്നെ ഭാരവും വഹിച്ച് പറക്കുവാൻ സാധിക്കും. തേനീച്ചകൾക്ക് അവയുടെ കോമ്പൗണ്ട് ഐയുടെ സഹായത്താൽ എല്ലാ നിറങ്ങളെയും രൂപങ്ങളെയും തിരിച്ചറിയുവാൻ സാധിക്കുന്നു. ഒരു തേനീച്ചക്കൂട്ടിൽ റാണി, വേലക്കാരി ഈച്ചകൾ, മടിയന്മാർ 3 വിഭാഗത്തിൽപ്പെട്ട ഈച്ചകളുണ്ട്. ഒരു തേനീച്ച കോളനിയിൽ ഓരോ ഈച്ചകൾക്കും ഉള്ള ജോലികൾ പ്രത്യേകം വേർതിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഓരോ ഈച്ചകളും ഇത് കൃത്യമായി ചെയ്യുന്നു. പ്രത്യുൽപാദന ശേഷിയുള്ള പെണ്ണീച്ചയാണ് റാണി. 1000 തേനീച്ചകളുള്ള ഒരു കോളനിയിൽ അനേക സംഭവങ്ങൾ നടക്കാറുണ്ട്. സാധാരണഗതിയിൽ ഒരു റാണി ഈച്ച ഉള്ളതാണ് ആരോഗ്യമുള്ള ഒരു കോളനിയുടെ ലക്ഷണം. റാണി ഈച്ചയാണ് കൂട്ടത്തിലെ എല്ലാ തേനീച്ചകളുടെയും മാതാവ്. റാണി സദാ ജോലിക്കാരി ഈച്ചകളാൽ സംരക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. റാണിക്ക് പ്രധാനമായും പ്രത്യുൽപാദനം നടത്തുക എന്ന ഒരൊറ്റ ജോലി മാത്രമേ ഉള്ളൂ. ആൺബീജത്തെ ഒരു പ്രത്യേക അറയിൽ സൂക്ഷിച്ചു വെക്കുവാൻ ഇവർക്ക് കഴിയുന്നു. 3 വർഷം വരെ ആയുസ്സുള്ള തേനീച്ചയാണ് റാണി ഈച്ചകൾ. ഒരു പ്രാവശ്യം 2000 മുട്ടകൾ വരെ ഇവർ ഇടാറുണ്ട്. ഒരു തേനീച്ച കോളനിയിൽ തേനീച്ചകളുടെ എണ്ണം പെരുകുമ്പോൾ റാണി കുറേ തേനീച്ചകളുമായി വേറൊരു കൂട് തേടി പോവാറുണ്ട്. റാണിക്ക് ബീജസങ്കലനം നടന്നതും നടക്കാത്തതുമായ മുട്ടകൾ ഇടുവാൻ സാധിക്കും. ബീജസങ്കലനം നടന്ന മുട്ടകളിൽ നിന്നും പെണ്ണീച്ചകളും നടക്കാത്ത മുട്ടകളിൽ നിന്നും ആണീച്ചകളും ഉണ്ടാകുന്നു. മുട്ട വിരിഞ്ഞു വരുന്ന തേനീച്ച കുഞ്ഞുങ്ങൾക്ക് ആദ്യത്തെ 3 ദിവസം വേലക്കാരി ഈച്ചകൾ നിർമ്മിക്കുന്ന റോയൽ ജെല്ലിയാണ് ആഹാരമായി കൊടുക്കുന്നത്. പിന്നീട് തേനും പൂമ്പൊടിയുമാണ് കൊടുക്കുന്നത്. ഒരു കൂട്ടിൽ കൂടുതലും പെണ്ണീച്ചകളായിരിക്കും ഉണ്ടാവുക. എങ്കിലും ഇവർക്ക് പ്രത്യുൽപാദന ശേഷി കാണില്ല. എന്നാൽ ഇവർ എപ്പോഴും കൂട്ടിൽ കാണാറില്ല. അവ തേൻ ശേഖരിക്കുന്നതിനായി എപ്പോഴും പുറത്തായിരിക്കും. ഒരു തേനീച്ചക്കൂട്ടിൽ എല്ലാ ജോലിയും ഇവരാണ് ചെയ്യുന്നത്. കൂട് വൃത്തിയാക്കൽ, പൂമ്പൊടിയും തേനും ശേഖരിക്കൽ, റാണിക്ക് തീറ്റ കൊടുക്കൽ, കൂടിന് കാവൽ നിൽക്കൽ, കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കൽ, അങ്ങനെ അനേകം ജോലികളുണ്ട് ഇവർക്ക്. കൂട്ടത്തിലെ ആൺ ഈച്ചകളെയാണ് മടിയന്മാർ എന്ന് പറയുന്നത്. ഇവ ജോലിക്കാരി ഈച്ചകളെക്കാളും വലുതായിരിക്കും. റാണിയുമായി ബന്ധപ്പെടുക എന്നത് മാത്രമാണ് ഇവരുടെ ജോലി. ഏതെങ്കിലും ഒരു കാരണത്താൽ റാണിയെ നഷ്ടപ്പെടുകയോ റാണി കൂട് ഉപേക്ഷിച്ചു പോവുകയോ ചെയ്താൽ മുതിർന്ന വേലക്കാരി ഈച്ചകൾ റോയൽ ജെല്ലി മാത്രം നൽകി കുറച്ച് പെൺ ലാർവകളെ സംരക്ഷിക്കാറുണ്ട്. അവയുടെ അണ്ഡാശയത്തെ സംരക്ഷിച്ച് പൂർണ്ണ വളർച്ചയിൽ എത്തിക്കുന്നു. അങ്ങനെ അവയെ പ്രത്യുൽപാദന ശേഷിയുള്ള ഭാവി റാണിയായി വളർത്തിയെടുക്കുന്നു. റോയൽ ജെല്ലി മാത്രം ഭക്ഷിക്കുന്ന പെണ്ണീച്ചകൾക്ക് മാത്രമേ റാണിയാവുവാൻ കഴിയുകയുള്ളൂ. ജീവിതകാലം മുഴുവനും റാണി ഈച്ചകൾ റോയൽ ജെല്ലിയാണ് ഭക്ഷിക്കാറുള്ളത്. ശത്രുക്കളെ തേനീച്ച കുത്താറുണ്ടെങ്കിലും അവയുടെ കൊമ്പ് ശത്രുവിന്റെ ശരീരത്തിൽ ഉടക്കി കുത്തിയ തേനീച്ച ചത്തുപോവുകയാണ് ചെയ്യുന്നത്. ഒരു തേനീച്ചയ്ക്ക് തന്റെ ജീവിതകാലം മുഴുവനുമായി 1 സ്പൂൺ തേൻ മാത്രമേ ശേഖരിക്കുവാൻ കഴിയുകയുള്ളൂ. തേനീച്ചകളുടെ തേൻ ശേഖരണം ഓരോ സീസണെ ആശ്രയിച്ചിരിക്കുന്നു. നല്ല മഴക്കാലത്തും വേനൽക്കാലത്തും തേനിന്റെ ലഭ്യത കുറവായിരിക്കും. അങ്ങനെ തേനീച്ചകളുടെ ജീവിതവും റാണിയുടെ ജീവിതവും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഇനിയൊരു എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ബൈ.